കണ്ണ് നിറഞ്ഞു. അനശ്വര എങ്ങനെയുണ്ട്? അനശ്വര നല്ല, എല്ലാവരും നല്ല ഗംഭീരമായിട്ട് ചെയ്തു. കറക്റ്റ് കാസ്റ്റിംഗ്, കറക്റ്റ് സ്ക്രിപ്റ്റിംഗ്, എല്ലാ സാധനവും. പക്ഷേ ആൽ സാറ് ഒന്നും പറയില്ല. ബിയോണ്ട് വേറെ ഗൂഡ്നെസ്സാണ്. ഒരു ഫാമിലി ഓഡിയൻസിന് പറ്റിയ പടമാണോ അതോ ലാൽ ഫാൻസിന് പറ്റിയ? എല്ലാവർക്കും, ഫാമിലി ഓഡിയൻസിനും എല്ലാവർക്കും പറ്റാം. ഇത് പ്രത്യേകിച്ച് പർട്ടിക്കുലർ ഒരാളെ മാത്രമല്ല, എല്ലാവർക്കും മനസ്സിലാവും ഇത് നടക്കുന്നൊരു സംഭവം തന്നെയാണ്. ഈ ആസ് പെർ ദ കറണ്ട് സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നമ്മുടെ ഗംഭീര സിനിമകൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, ഒന്നും പറയില്ല. എല്ലാവരും തിയേറ്ററിൽ വന്ന് തന്നെ കാണണം. ഈ ജീത്തു ജോസഫ് ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ സിനിമയ്ക്ക് കുറച്ച് ലാഗൊക്കെ ഉണ്ടാവും. എങ്ങനെയാണ് ആ ഒരു എക്സ്പീരിയൻസ്? അല്ല, അതല്ലേ ഏറ്റവും നല്ലത്. കാരണം സിനിമയ്ക്ക് ഓവർ ഹൈപ്പായിട്ട് വന്നേച്ച് ഇപ്പം നിങ്ങളെ പ്രേക്ഷകരെ നിങ്ങളുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് വന്നില്ലെങ്കിൽ നിങ്ങൾ എന്തൊടുക്കുകയും പോരാ അങ്ങനെയല്ല പറയുന്നത്. അങ്ങനെ എൻ്റെ ഒരു അഭിപ്രായം വെച്ച് പ്രൊമോഷൻ അധികം കൊടുക്കാതെ ഇങ്ങനെ തന്നെ വന്ന് ഗംഭീര ഹിറ്റ് അടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ആൽ സാറിനെ കണ്ട് കണ്ണ് നിറഞ്ഞു, ഒന്നും പറയില്ല. എല്ലാവരും തിയേറ്ററിൽ നിന്ന് കാണും. സോ എക്സൈറ്റഡ്. ഡൽഹിയിലെ കേസുകളൊക്കെ നമുക്ക് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതുപോലൊരു കേസാണ് ഇതിൽ ഡിസ്കസ് ചെയ്യണത്. ലാലേട്ടൻ്റെ ആയിട്ടുള്ള കുറേ മാനറിസങ്ങൾ, സ്റ്റൈലുകളൊക്കെ കാണാൻ പറ്റി. അതുപോലെ തന്നെ പ്രിയാമണി ആണെങ്കിലും ഗണേഷ് ആണെങ്കിലും എക്സ്പെഷ്യലി എടുത്തു പറഞ്ഞ സിദ്ദിഖിൻ്റെ അസാധ്യ പെർഫോമൻസ് ആണ്. ഒരു ഹിറ്റ് പടത്തിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് ഘടകമായിട്ട് സിദ്ദിഖ് മാറിക്കഴിഞ്ഞെന്നുള്ളതാണ്.